101 അവേഴ്സ് ഫോർ GKയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തെക്കുറിച്ചാണ്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന് നേതൃത്വം നൽകിയ ഒരു ധീര വനിതയുണ്ട്. ആ വനിതയാണ് ഉഷാ മേത്ത. ഉഷാ മേത്തയെക്കുറിച്ചാണ് ചില കാര്യങ്ങൾ നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ആരായിരുന്നു ഉഷാ മേത്ത? ഗാന്ധിജിയുടെ ആശയങ്ങളിൽ ആകൃഷ്ടയായി വളരെ ചെറിയ പ്രായത്തിൽ തന്നെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലേക്ക് എടുത്തു ചാടിയ ഒരു ധീര വനിതയായിരുന്നു അവർ. അതുപോലെ റേഡിയോ സംപ്രേഷണത്തെ ഒരു റവല്യൂഷണറി ടൂളായി അല്ലെങ്കിൽ പ്രതിഷേധത്തിൻ്റെ സമരത്തിൻ്റെ ഉപകരണമായി കണ്ടുകൊണ്ട് പ്രവർത്തിച്ച ബ്രൈവസ്റ്റ് ആൻഡ് അഡ്വഞ്ചറസ് ആയ ഒരു റേഡിയോ ജോക്കി ആയിരുന്നു അവർ. വളരെ സാഹസിയായിരുന്നു അവർ. അതുപോലെ വളരെ ധീരയായൊരു വനിതയായിരുന്നു. സ്വരാജ്യത്തിന് വേണ്ടി സ്വന്തം ജീവൻ അക്ഷരാർത്ഥത്തിൽ അർപ്പിച്ച് ജീവിതം മുഴുവനും രാജ്യത്തിന് വേണ്ടി ഹോമിച്ച ഒരു ധീര ദേശാഭിമാനിയായിരുന്നു ഉഷാ മേത്ത. ജീവിതത്തിന് അവസാന ശ്വാസം വരെ കർമ്മനിരതമായ ജീവിതം നയിച്ച ഒരു വ്യക്തിത്വത്തിനുടമയായിരുന്നു അവർ ജനിച്ചത് ഗുജറാത്ത് സംസ്ഥാനത്തിലെ സൂറത്തിനടുത്തുള്ള സരസ് എന്ന ഒരു ചെറിയ പട്ടണത്തിലാണ്. 1920 മാർച്ച് മാസം 25 1920 കാലഘട്ടത്തെക്കുറിച്ച് നമുക്കറിയാം. സ്വാതന്ത്ര്യ സമരം ശക്തി പ്രാപിച്ചൊരു കാലഘട്ടം. സ്വാതന്ത്ര്യ സമരം അതിൻ്റെ തീക്ഷ്ണമായ ഏറ്റവും മൂർധന്യത്തിലെത്തിയ ഒരു കാലഘട്ടത്തിലാണ് അവർ ജനിച്ചത്. നമുക്കറിയാം 1919 ഏപ്രിൽ മാസം 13 ഉണ്ടായ ജാലിയൻ വാലാബാഗ് കൂട്ടാക്കൊലയെക്കുറിച്ച് നമുക്കറിയാം. ജനറൽ ഡയറിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു സംഘം പോലീസുകാർ പഞ്ചാബിലെ അമൃത്സറിലെ ജാലിയൻ വാലാബാഗിൽ നിരായുധനായി ആയിരക്കണക്കിന് ആൾക്കാർ സമ്മേളിച്ചപ്പോൾ അതിന് നേർക്ക് വെടിയുതിർക്കുകയും 379 പേർ അവിടെ മരിക്കുകയും 1500 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്ത ഒരു ഭയാനകമായ വളരെ ദുഃഖകരമായ സംഭവമായിരുന്നു ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല. ബ്രിട്ടീഷുകാരുടെ കണക്കാണ് 379 മരിച്ചു, 1500 പേർക്ക് പരിക്കേറ്റുന്നുള്ളത്. നമ്മുടെ കണക്ക് അതിനും എത്രയോ കൂടുതലാണ്. ഇന്നും കോളനി വാഴ്ചയുടെ ഏറ്റവും ദുരന്തമായ ഒരു ഭയാനകമായ സ്മാരകമായി ജാലിയൻ വാലാബാഗ് ഇവിടെ നിലകൊള്ളുന്നു. ഈ കാലഘട്ടത്തിലാണ് ഗാന്ധിജി 1920 നിസ്സഹകരണ പ്രസ്ഥാനം ആരംഭിച്ചത്. നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റ് എന്ന് പറയും. അത് എല്ലാ സ്ഥാപനങ്ങളും ബഹിഷ്കരിക്കുക, ബ്രിട്ടീഷ് ഉൽപ്പന്നങ്ങൾ ബഹിഷ്കരിക്കുക എന്നുള്ളതൊക്കെയാണ് അതിൻ്റെ ലക്ഷ്യം. ഈ ഒരു വർഷമാണ് ഉഷാ മേത്ത ഇന്ത്യയിൽ ജനിക്കുന്നത്. 5-ാമത്തെ വയസ്സിലാണ് ഉഷാ മേത്ത ആദ്യമായി ഗാന്ധിയെ കാണുന്നത്. പിന്നീട് ഗാന്ധിജിയുടെ ക്യാമ്പുകളിൽ പങ്കെടുക്കാൻ അവർക്ക് അവസരം ലഭിക്കുകയും എന്തൊക്കെയാണ് ഗാന്ധിയുടെ ആദർശങ്ങൾ, ആശയങ്ങൾ എന്ന് അടുത്തറിയാനും അവർക്ക് സാധിച്ചിട്ടുണ്ട്. 8-ാമത്തെ വയസ്സിലാണ്, വളരെ ചെറിയ പ്രായത്തിലാണ് ആദ്യത്തെ ഒരു പ്രക്ഷോഭത്തിൽ ഉഷാ മേത്ത പങ്കെടുക്കുന്നത്. അത് 1928 1928 സൈമൺ കമ്മീഷൻ ഇന്ത്യയിലേക്ക് വന്നത്. ജോൺ സൈമൺ അധ്യക്ഷനായി 7 അംഗ ബ്രിട്ടീഷ് സംഘമാണ് ഇന്ത്യയിലേക്ക് വന്നത്. എന്തിനാണ് സൈമൺ കമ്മീഷൻ ഇന്ത്യയിലേക്ക് വന്നത്? 1919 ഒരു ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് കൊണ്ടുവന്നിരുന്നു. ആ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് പറഞ്ഞിരുന്നു ഈ നിയമത്തിലെ വ്യവസ്ഥകൾ എന്തൊക്കെയാണ്, എങ്ങനെയൊക്കെ നടപ്പിലാക്കിയെന്ന് അറിയാനും അതിനെക്കുറിച്ചൊന്ന് വിലയിരുത്താനും അതുപോലെ ഭാവിയിൽ ഒരുപാട് ഭരണഘടനാ പരിഷ്കാരങ്ങൾ രാജ്യത്ത് നൽകാനുമായി ഒരു കമ്മീഷൻ 10 വർഷത്തിനുള്ളിൽ ഇന്ത്യയെ സന്ദർശിക്കുമെന്ന് പറഞ്ഞിരുന്നു. അതാണ് 2 വർഷം മുമ്പേ തന്നെ 2028 ഇന്ത്യയിലേക്ക് വന്നത്. അതിൽ ഒറ്റ ഇന്ത്യക്കാരൻ പോലും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ലീഗും അതുപോലെ കോൺഗ്രസും സൈമൺ കമ്മീഷൻ ബഹിഷ്കരിച്ചു. സൈമൺ ഗോബാക്ക് എന്നുള്ള പ്രസംഗം രാജ്യത്തിലെ എല്ലാ തെരുവുകളിലും അലയടിച്ചു. ആ പ്രസംഗത്തിൽ ആകൃഷ്ടയായിട്ടാണ് ഈ പ്രസ്ഥാനവുമായി ഉഷാ മേത്ത സഹകരിക്കുകയും ആ പ്രക്ഷോഭത്തിൽ അതിശക്തമായി നിലപാടെടുക്കുകയും ചെയ്തു. ഈ സൈമൺ കമ്മീഷനെതിരെയുള്ള പ്രക്ഷോഭത്തെക്കുറിച്ച് പറയുമ്പോൾ ലാഹോറിൽ നടന്ന ലാല ലജ്പത് റായിയുടെ ഒരു അതിഭയങ്കരമായ ഒരു സമരം ഉണ്ടായിരുന്നു. ആ സമരത്തിൽ വന്യവയോധികനായ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഏറ്റവും ധീരനായ ഒരു നേതാവായിരുന്നു ലാല ലജ്പത് റായി. അദ്ദേഹമാണ് നേതൃത്വം കൊടുത്തത്. വന്യവയോധികനായ ലാല ലജ്പത് റായിയെ ബ്രിട്ടീഷ് പട്ടാളം ക്രൂരമായി ലാത്തിച്ചാർജിന് വിധേയമാക്കുകയും മർദ്ദിക്കുകയും അവശനാക്കുകയും നിലത്തിട്ട് വലിക്കുകയൊക്കെ ചെയ്തു. അധികം വൈകാതെ ലാല ലജ്പത് റായി മരണമടയുകയും ചെയ്തു. ലാല ലജ്പത് റായി എന്ന് പറയുന്നത് നമ്മൾ പറയാറുണ്ട് പഞ്ചാബ് കേസരി, ലയൺ ഓഫ് പഞ്ചാബ്. അദ്ദേഹത്തിൻ്റെ ധീരതയാണ് അത് പറയാനുണ്ടാക്കിയ കാരണം. അതുപോലെ അദ്ദേഹത്തെക്കുറിച്ച് പറയുമ്പോൾ പഞ്ചാബ് നാഷണൽ ബാങ്ക് ആരംഭിച്ചത് ലാല ലജ്പത് റായിയാണ്. ലാൽ ബാൽ പാൽ എന്നറിയപ്പെടുന്ന ത്രയത്തിലെ ലാൽ എന്ന് പറയുന്നത് ലാല ലജ്പത് റായിയാണ്. ലാല ലജ്പത് റായിയും ബാലഗംഗാധര തിലകനും ബിപിൻ ചന്ദ്ര പാലുമാണ് ആ 3 പേർ. അവസാനത്തെ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു: എൻ്റെ ശരീരത്തിൽ വീഴുന്ന ഓരോ അടിയും ബ്രിട്ടീഷുകാരുടെ ശവപ്പെട്ടിയുടെ അവസാനത്തെ ആണിയാണ് എന്ന് അദ്ദേഹം പറഞ്ഞു. അതിനുശേഷം 12-ാമത്തെ വയസ്സിലാണ് ഉഷാ മേത്ത ഉപ്പ് സത്യാഗ്രഹത്തിൽ പങ്കെടുക്കുന്നത്. നമുക്കറിയാം 1930 ഗാന്ധിജി നിയമലംഘന പ്രസ്ഥാനം, സിവിൽ ആജ്ഞാലംഘന പ്രസ്ഥാനം ആരംഭിക്കുന്നത്.
അതിൻ്റെ ഭാഗമായി നിയമം ലംഘിക്കുക, ബ്രിട്ടീഷുകാരുണ്ടാക്കുന്ന നിയമം ലംഘിക്കുക എന്ന പ്രക്ഷോഭം ആരംഭിച്ചു. അതിൻ്റെ ഭാഗമായിട്ടാണ് ഉപ്പ് സത്യാഗ്രഹവും അതിൻ്റെ ഭാഗമായിട്ടാണ് ദണ്ഡി യാത്രയൊക്കെ നടത്തിയത്. 12ാമത്തെ വയസ്സിൽ കടൽ ജലം വീട്ടിൽ കൊണ്ടുവന്ന് കുറുക്കി ഉപ്പുണ്ടാക്കി ബ്രിട്ടീഷുകാരുടെ ഒരു നിയമം ലംഘിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ആവേശം കൊണ്ടിട്ടുണ്ട് ഉഷാ മേത്ത. അതിനുശേഷം 1930 പ്രധാനപ്പെട്ട സംഭവം, അവരുടെ പിതാവ് ജഡ്ജിയായിരുന്നു ബ്രിട്ടീഷ് ഭരണത്തിന് കീഴിൽ. അവർ റിട്ടയർഡായി. റിട്ടയർഡാകുന്നതിന് മുമ്പ് കുടുംബത്തിൽ നിന്നും അധികം സപ്പോർട്ടൊന്നും ഉഷാ മേത്തയ്ക്ക് ലഭിച്ചിരുന്നില്ല. എന്നാൽ റിട്ടയർഡായതിനു ശേഷം കുടുംബം എല്ലാവിധ പിന്തുണയും അവർക്ക് നൽകി. അതിനുശേഷം 1932 അവർ ബോംബെയിലേക്ക് താമസം മാറുന്നത്. 1942 ഓഗസ്റ്റ് മാസം 8-ാം തീയതി നമ്മുടെ ഇന്ത്യ ചരിത്രത്തിലെ ഒരു വളരെ പ്രധാനപ്പെട്ട ദിനമാണ്. അന്നാണ് ബോംബെയിൽ വെച്ച് നടന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സമ്മേളനത്തിൽ വെച്ച് ക്വിറ്റ് ഇന്ത്യ പ്രക്ഷോഭം തുടങ്ങാൻ വേണ്ടി തീരുമാനിക്കുന്നത്. ആ സമ്മേളനത്തിൽ വെച്ചാണ് ഗാന്ധിജി ചരിത്രപ്രസിദ്ധമായ പ്രസംഗം നടത്തിയത്. ഡു ഓർ ഡൈ, ഒന്നുകിൽ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി പോരാടുക, അല്ലെങ്കിൽ മരിച്ചു വീഴുക എന്ന് ഓരോ ഇന്ത്യക്കാരനെയും അദ്ദേഹം ആഹ്വാനം ചെയ്തു. ഈ സമരം അതിശക്തമായി മുമ്പിലോട്ട് പോകുമെന്ന് കണ്ടെത്തിയ ബ്രിട്ടീഷ് ഭരണകൂടം നേതാക്കളെ മുഴുവൻ ജയിലിലെടുക്കുകയും ക്രൂരമായ അടിച്ചമർത്തലുകൾ കൊണ്ട് ആ സമരത്തെ അടിച്ചമർത്തുകയും മാധ്യമങ്ങളെല്ലാം അടച്ചുപൂട്ടുകയും ചെയ്തു. ഈ സമയത്ത് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര രംഗം ഒരു നാഥനില്ലാത്ത കളരി പോലെയായി. ഈ ഘട്ടത്തിലാണ് 1942 ഓഗസ്റ്റ് മാസം 14-ാം തീയതി ഉഷാ മേത്തയും ഏതാനും ചില നേതാക്കന്മാരും ചേർന്ന് ഒരു റേഡിയോ സംപ്രേഷണം ആരംഭിക്കാൻ തീരുമാനിച്ചത്. ആ സംപ്രേഷണം ഓഗസ്റ്റ് 27 തന്നെ ആരംഭിക്കുകയുണ്ടായി. അതിലത്തെ ആദ്യത്തെ വാചകം ഉഷാ മേത്തയുടേതായിരുന്നു. ഉഷാ മേത്തയുടെ ആദ്യത്തെ വാചകം ദ കോൺഗ്രസ് റേഡിയോ ബ്രോഡ്കാസ്റ്റിംഗ് സംവെയർ ഇൽസ് ഇൻ ഇന്ത്യ എന്നാണ്. ഇന്ത്യയിൽ എവിടെ നിന്നോ റേഡിയോ സംപ്രേഷണം ആരംഭിക്കുന്നു. എവിടെ നിന്നാണെന്ന് പറയാൻ കഴിയില്ല. ബട്ട് ഒളിവിൽ നിന്നാണ്, അണ്ടർഗ്രൗണ്ട് വർക്കാണ് അവർ നടത്തിയത്. ആ രീതിയിൽ ഗാന്ധിജിയുടെ ആശയങ്ങൾ, മറ്റ് നേതാക്കന്മാരുടെ ആശയങ്ങൾ, സന്ദേശങ്ങൾ ജനങ്ങളെത്തിക്കുക, ബ്രിട്ടീഷ് ഭരണത്തിൻ്റെ ക്രൂരത ജനങ്ങളെ അറിയിക്കുക, അങ്ങനെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലേക്ക് ജനങ്ങളെ ആകർഷിക്കുക, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം ശക്തിപ്പെടുത്തുക എന്നുള്ള ഒരു ഉദ്ദേശമായിട്ടാണ് അവർ ഈ റേഡിയോ സംപ്രേഷണം ആരംഭിച്ചത്. 3 മാസക്കാലം മാത്രമേ റേഡിയോ സംപ്രേഷണം ഉണ്ടായിരുന്നുള്ളൂ. ഈ 3 മാസവും ബ്രിട്ടീഷുകാർക്ക് തലവേദനയായി മാറി ഈ റേഡിയോ സംപ്രേഷണം. 1942 നവംബർ മാസം 12-ാം തീയതി ഈ സ്ഥാപനം അവർ കണ്ടുകെട്ടുകയും ഉഷാ മേത്ത അടക്കമുള്ള നേതാക്കന്മാരെ ജയിലിലടക്കുകയും ചെയ്തു. യർവാദ ജയിലിലാണ്, പൂനെയിലെ യർവാദ ജയിലിലേക്കാണ് ഉഷാ മേത്തയെ കൊണ്ടുപോയത്. 6 മാസത്തെ ട്രയലിന് ശേഷം അവരെ കഠിനമായ ശിക്ഷയ്ക്ക് 4 വർഷത്തെ കഠിനമായ ശിക്ഷയ്ക്കാണ് വിധിച്ചത്. ജഡ്ജിയോട് ഉഷാ മേത്ത ചോദിച്ചു, ബ്രിട്ടീഷുകാരുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറഞ്ഞില്ലെങ്കിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ, മറുപടി പറയണമെന്നുണ്ടോ? ജഡ്ജി പറഞ്ഞു നിർബന്ധമില്ല. അങ്ങനെ ബ്രിട്ടീഷുകാരുടെ ഒരു ചോദ്യത്തിനും അവർ മറുപടി പറഞ്ഞില്ല. ബ്രിട്ടീഷുകാർ ഒരുപാട് പ്രലോഭനങ്ങൾ അവർക്ക് നൽകി. ഇംഗ്ലണ്ടിലേക്ക് അയക്കാം, നല്ല വിദ്യാഭ്യാസം നേടാം, അവിടെ നല്ല ജോലി നേടാം, അവിടെ നന്നായി സെറ്റിൽ ചെയ്യാമെന്നൊക്കെ പറഞ്ഞെങ്കിലും അതൊന്നും അവർ വകവെച്ചില്ല. അവർ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലേക്ക് വീണ്ടും ആഴ്ന്നിറങ്ങുകയാണ് ചെയ്തത്. അപ്പോൾ അങ്ങനെ കഠിനമായ ഒരു പീഡനം ജയിലിൽ അനുഭവിക്കേണ്ടെന്ന് അവർക്ക് ആരോഗ്യം ക്ഷയിക്കുകയും അനാരോഗ്യം അവരെ തളർത്തുകയും ചെയ്തു. അവസാനം 1946 ഡൽഹിയിൽ വന്ന ഇടക്കാല ഗവൺമെൻറ് ആഭ്യന്തര വകുപ്പ് മന്ത്രിയായിരുന്ന മൊറാർജി ദേശായിയാണ് അവരെ മോചിപ്പിച്ചത്. ആ മോചനത്തിന് ശേഷം 1947 സ്വാതന്ത്ര്യ ദിനാഘോഷ ചടങ്ങുകളിൽ പങ്കെടുക്കാൻ അനാരോഗ്യം മൂലം അവർക്ക് കഴിഞ്ഞില്ല. പിന്നീട് ആരോഗ്യം വീണ്ടെടുത്തതിന് ശേഷം വീണ്ടും പഠിക്കണം എന്ന് ആഗ്രഹിക്കുകയും അങ്ങനെ ബോംബെ യൂണിവേഴ്സിറ്റിയിൽ ഗാന്ധിയൻ സ്റ്റഡീസിൽ PhD നേടുന്നതിനുള്ള ഗവേഷണം ആരംഭിക്കുകയും അങ്ങനെ അവിടെ നിന്ന് ഡോക്ടറേറ്റ് നേടുകയും അവസാനം ബോംബെ സർവകലാശാലയിൽ തന്നെ പ്രൊഫസറായി നിയമിതമാവുകയും ചെയ്തു. 1980 വരെ ആ ജോലിയിൽ തുടരുകയും 1980 അവർ റിട്ടയർമെൻ്റ് ആവുകയും ചെയ്തു. റിട്ടയർമെൻ്റ് ആയതിനു ശേഷം ഗാന്ധി സ്മാരക നിധിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചു. 1990 മുതൽ 2000 വരെ അവരായിരുന്നു ഗാന്ധി സ്മാരക നിധിയുടെ ചെയർപേഴ്സൺ. അതുപോലെ ഗാന്ധിയുടെ ആദർശങ്ങൾ പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി, അതുപോലെ സാമൂഹിക സേവന പ്രവർത്തനങ്ങൾക്കായി അദ്ദേഹം ബാക്കിയുള്ള ജീവിതം മാറ്റിവെക്കുകയാണ് ചെയ്തത്. 1998 ഭാരതം അവർക്ക് പത്മവിഭൂഷൺ നൽകി ആദരവ് പ്രകടിപ്പിക്കുന്നത്. അതിനുശേഷം എല്ലാ ക്വിറ്റ് ഇന്ത്യ വാർഷിക ദിനങ്ങളിലും അവർ പങ്കെടുക്കുമായിരുന്നു. 2000 ഓഗസ്റ്റ് 9 ക്വിറ്റ് ഇന്ത്യ വാർഷിക ദിനത്തിൽ അവർ സംബന്ധിച്ചു. എന്നാൽ 2 ദിവസത്തിന് ശേഷം ഓഗസ്റ്റ് 11 അവർ നമ്മെ വിട്ട് ഈ ലോകത്തോട് വിട പറഞ്ഞു. തീർച്ചയായും നമുക്ക് മനസ്സിലാക്കാം, ഉഷാ മേത്ത ഒരു ജ്വലിക്കുന്ന ഒരു ഓർമ്മയായി, ഒരു കനലായി ഏതൊരു ഭാരതീയൻ്റെയും മനസ്സ് നിലനിൽക്കും. ഇത്തരത്തിലുള്ള പ്രയോജനകരമായ വീഡിയോകളുമായി ഇനിയും ഞാൻ വരുന്നതാണ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അത് ഷെയർ ചെയ്യാനും അത് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മടിക്കരുത് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അടുത്ത വീഡിയോയുമായി വരുന്നതാണെന്ന് മാത്രം അറിയിച്ചുകൊണ്ട്